വോട്ട് ബൈ സർവേ ഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ആര് ഭരിക്കും? ഇതിന് ഉത്തരം കിട്ടുന്നതിനുള്ള വാശിയേറിയ പ്രചാരണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയം കഴിഞ്ഞു. ഇനിയുള്ള 15 ദിവസം ചൂടേറിയ പ്രചാരണത്തിന്റെ ദിവസങ്ങളായിരിക്കും. അതിനിടെയാണ് സജിത്ത് ഇപ്പോൾ വോട്ട് ബൈ സർവേ ഫലം പുറത്തുവിടാൻ പോകുന്നത്. കേരളം ഏത് രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ മനസ്സെങ്ങോട്ടാണ്? മിനിയാന്ന് വരെയുള്ള 2 ദിവസം മുമ്പ് വരെയുള്ള സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഈ ഫലം വിശകലനം ചെയ്യുന്നുണ്ട്. വോട്ടർ പട്ടിക, സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷമുള്ള സാഹചര്യങ്ങളെയും പ്രതിഫലിക്കുന്നതാണ് ഈ സർവേ ഫലം എന്ന തർക്കങ്ങൾ പോലും. ആ തർക്ക സമയങ്ങളിൽ പോലും ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ്? അവിടെ ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടോ? അതോ നേരത്തെ തന്നെ അവർ എന്താണോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതിൽ നിന്ന് വ്യതിചലനം ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ ഈ സർവേയിൽ പ്രകടമാണ്. അതായത് മഞ്ജുഷ, ഇതുവരെ വന്ന സർവേ ഫലങ്ങളെ കൂടുതൽ ഡേറ്റ അഡ്രസ് ചെയ്യുന്ന ഒരു സർവേ ഫലമായി ഈ വോട്ട് ബൈബിന്റെ സർവേ ഫലം മാറുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പല പോയിന്റുകൾ അക്കാര്യത്തിലുണ്ട്. ഏത് തരത്തിലുള്ള ചിന്തയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് ഓരോ വിഷയത്തിലേക്കും എന്ന രീതിയിലാണ്. ഉദാഹരണത്തിന്, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആരെയാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് ആവേശകരമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് 5000-ലധികം വരുന്നത് 5146 എന്ന ഒരു സാമ്പിളിലാണ് നമ്മൾ ഈ ഡേറ്റ പൂർണ്ണമായും ക്രോഡീകരിച്ചെടുക്കുന്നത്. ഇതിൽ 8 ചോദ്യങ്ങളാണ് ഈ ഏജൻസി ജനങ്ങളോട് മുഖ്യമായും ചോദിച്ചത്. ഏജൻസി വോട്ട് വൈബ് എന്നുള്ള ഏജൻസിയാണ്. അതെ, വോട്ട് വൈബ് എന്ന ഏജൻസി ചോദിച്ച 8 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, 5 വർഷത്തെ സ്വാഭാവിക ചോദ്യമാണ്. 5 വർഷത്തെ സർക്കാരിന്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കഴിഞ്ഞ 5 വർഷം LDF സർക്കാരിന്റെ പ്രവർത്തനം ഏത് രീതിയിൽ ഉള്ളതായിരുന്നു? അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ ആ 5 വർഷത്തെ ഭരണത്തിൽ അസന്തുഷ്ടരാണോ? ഇതിൽ തന്നെ പല പാരാമീറ്ററുകളും കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചതാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ഏതെല്ലാം ആളുകളുടെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുണ്ട്. അപ്പൊ നമ്മൾ മറ്റു ഘടകങ്ങളിലേക്ക് വരുമ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ഒരു ഗ്ലാമർ ചോദ്യമാണ്. ആരാണ് ഈ നായകൻ? ഇനി ഈ തെരഞ്ഞെടുപ്പിലെ ഒരു നായകൻ ആരാണ് എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് UDF അധികാരം പിടിച്ചാലും മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു ഉത്തരം ഉണ്ടായിരിക്കും. അത് ഓരോ ആളുകളും കൃത്യമായിട്ട് തന്നെ ഇന്നയാളാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതേ ആൾ തന്നെ ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ഭരണത്തെ വിലയിരുത്തുന്നതിലും വ്യത്യസ്തമായ പ്രതികരണം നൽകിയിട്ടുണ്ട്. അതും വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഈ സർവേ ഫലത്തെ വീക്ഷിക്കുമ്പോൾ കാണാവുന്നതാണ്. കാരണം ജനങ്ങൾ ചിന്തിക്കുന്നത് ഒരേ രീതിയിൽ തന്നെ ആകണമെന്നില്ല. ഒരു മുന്നണിയിലെ ഒരു നേതാവിനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കും, പക്ഷേ അതേസമയം ആ മുന്നണി വീണ്ടും അധികാരത്തിൽ എത്തണമെന്ന് ആ ആൾ ചിന്തിച്ച് കൂടാ ഇല്ല എന്ന് പോലും അതിനകത്ത് വരുന്നുണ്ട്. ശരി, രസകരമായ ചില കണ്ടെത്തൽ കൂടി ഈ സർവേ വരുന്നുണ്ട്. ഒപ്പം കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അതായത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന ജനങ്ങൾ തങ്ങളുടെ മുഖ്യ പ്രശ്നമായി എന്താണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന അടുത്ത ചോദ്യം കൂടി കടന്നു വരുന്നുണ്ട്. ഒപ്പം സ്വാഭാവികമാണ്, ഏത് മുന്നണിയായിരിക്കും ഏറ്റവും അധികം വോട്ട് ഷെയർ സമാഹരിക്കുക എന്ന ചോദ്യമുണ്ട്. ശ്രദ്ധിക്കുക, വോട്ട് ഷെയർ ആണ്. അത് സീറ്റുകളുടെ എണ്ണവുമായി ഒരുപക്ഷെ താരതമ്യം ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് മുന്നണിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു സർവേ ഫലം അതും പുറത്തുവിടുകയാണ്. ഏറ്റവും കൂടുതൽ സീറ്റ് അത് ഡിജിറ്റൽ തന്നെ അല്ലേ? അത് ഇന്ന ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ളതല്ല, എത്ര സീറ്റ് എന്ന് കൃത്യമായിട്ട് തന്നെ കാണിക്കുന്ന രീതിയിലുള്ള സർവേ ഫലമാണ് ഇത്. വോട്ട് ബൈബ് എന്ന ഏജൻസി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഒരു സർവേയിലാണ് എത്ര സീറ്റുകൾ UDFന് കിട്ടും, എത്ര സീറ്റുകൾ LDFന് കിട്ടും, എത്ര സീറ്റുകളാണ് NDA പിടിക്കാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ വിവരമാണ് ഈ സർവേ ഫലത്തിൽ തെളിയുന്നത്. 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതും കൗതുകമുള്ള ചോദ്യമാണ്. ഒന്ന്, ഭരണകക്ഷി MLA ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം കൂടി ഇതിന്റെ ഭാഗമായി കടന്നു വരുന്നത്. അതായത് സിറ്റിംഗ് MLA-മാർ എല്ലാം ജനപ്രിയരാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDF ഇത്തവണ പരമാവധി സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുവാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സിറ്റിംഗ് MLA-മാരെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ? അതോ സിറ്റിംഗ് MLA നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അത് ആ വ്യക്തി മറ്റൊരു പാർട്ടിയിൽപ്പെട്ടതായതിനാൽ ഞാൻ വോട്ട് ചെയ്യില്ല എന്ന രീതിയിലുള്ള പ്രതികരണം പോലും ഇക്കാര്യത്തിൽ വരും. അതിനകത്ത് ഒരു കണക്ക് 73 എന്ന നമ്പറാണ് LDF-ൽ നിന്ന് ഇത്തവണ
മത്സരിക്കുന്ന സിറ്റിംഗ് MLA-മാർക്ക് കണക്കുണ്ട്. അതായത് ഭൂരിപക്ഷത്തിൽ ടേം വ്യവസ്ഥ പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് സിറ്റിംഗ് MLA-മാർ ജനകീയരാണ്, അതുകൊണ്ട് അവർ തന്നെ തുടർന്നോട്ടെ എന്ന രീതിയിൽ LDF തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. സിറ്റിംഗ് MLA-മാർ വീണ്ടും ജനവിധി തേടുമ്പോൾ അവരെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതെ. അടുത്തത് കോൺഗ്രസിന്റെ പ്രകടനം സംബന്ധിച്ച ചോദ്യമാണ്. കാരണം സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ, അത് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടനവും, അതായത് സ്ഥാനാർത്ഥി പട്ടികയെ കുറിച്ചുള്ള ചർച്ച ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് ഈ സർവേ ഇവിടെ പുരോഗമിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. മിനിയാന്ന് വരെയുള്ള 21-ാം തീയതി വരെയുള്ള സർവേ ഫലങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത്. വോട്ട് ബൈ എന്നുള്ള ഏജൻസിയാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം BJP-യുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP-യുടെ വികസനത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകം ഏതൊക്കെയാണ്, എന്താണ് അവരുടെ പ്രശ്നം? അത് BJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട അത് ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ BJP-ക്ക് മികച്ച ഒരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് 8 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കാണ് ആൻസർ ചെയ്തിരിക്കുന്നത് ജനങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന്റെ കണ്ടെത്തലുകൾ എന്ത് എന്നൊരു വ്യക്തമായ ഒരു ചിത്രമാണ് വോട്ട് ബൈബ് ഈ റിസൾട്ടിലൂടെ പുറത്തുവിടാൻ പോകുന്നത് എന്നാണ് ചോദ്യം. മഞ്ജുഷ, നമുക്ക് ആദ്യത്തെ ഒരു സൂചനകളിലേക്ക് കിടക്കാം. ചോദ്യം മറ്റൊന്നുമില്ല, കഴിഞ്ഞ 5 വർഷത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രകടനത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്ന ചോദ്യത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ മികച്ചത് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത് 31.6% ആളുകളാണ്. സർക്കാരിന്റെ 5 വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ മികച്ചത് എന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് 32.8% ആളുകളാണ്. മികച്ചത് 7.3%. സഹിത ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ മികച്ചതും ഈ സർക്കാരിനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരു സൂചനയാണല്ലോ. അപ്പോൾ ഏകദേശം 40% അടുത്തേക്ക് അത് വന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്നത് 12.3%. ശരാശരിയും വേണമെങ്കിൽ ഇല്ലേ ആ ഒരു ഗണത്തിലേക്ക് അത് ഒരു പകുതിയെങ്കിലും കൂട്ടാവുന്നതാണ്. വളരെ മികച്ചത് 32.8. പിണറായി സർക്കാരിന്റെ പ്രകടനത്തെ 32.8% ആളുകളും വളരെ മികച്ചത് എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ മികച്ചത് എന്ന് വിലയിരുത്തുന്നത് 7.3, ശരാശരി 12.3 എന്നുള്ളതാണ്. അതിൽ ബാക്കിയുള്ള പാരാമീറ്റർ സർക്കാരിനെതിരെയുള്ളതാണ്. മോശം എന്നുള്ളത് 18.9%, വളരെ മോശം 20.1, അഭിപ്രായമില്ലാത്തവർ 7.4. ഇതിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും അത് സർക്കാരിന്റെ പ്രകടനത്തെ മികച്ചതായി നിലനിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ജനങ്ങൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുകൊണ്ട് മനസ്സിലാക്കാൻ. കാരണം 32% വളരെ മികച്ചതാണ്, മികച്ചത് 7%. ശരാശരി അതിൻ്റെ ഒരു പകുതി എടുത്താൽ പോലും മജോറിറ്റിയിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അഭിപ്രായമില്ലാത്തവർ 7. ശരാശരി എടുത്തു കഴിയുമ്പോൾ 40% ആളുകൾ ഭരണത്തെ ഇഷ്ടപ്പെടുന്നു. അതേസമയം 40% ആളുകൾ ഭരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മോശവും വളരെ മോശവും കൂട്ടിച്ചേർക്കുമ്പോൾ 39%ലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മറുവശത്ത് 32, 7, 39, 40.1ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നത് പ്രകടനത്തെ അംഗീകരിക്കുന്നവരാണ് കൂടുതലും എന്നുള്ളതാണ്. അതെ, പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അതായത് വളരെ മികച്ചതും തമ്മിൽ കൂട്ടുമ്പോൾ അതിലേക്ക് വരാം. ശരാശരി കാണുന്നവരും തീരെ മോശമെന്നോ അത് പറഞ്ഞിട്ടുമില്ല. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വരുന്ന വിലയിരുത്തലുകളിൽ സർക്കാർ അല്പം മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഈ ഫലം പറയാം. ഒരുപക്ഷെ ഈ സമീപ ദിവസങ്ങളിൽ വന്ന ഘടകങ്ങളൊക്കെ ഒരുപക്ഷെ ഈ അഭിപ്രായത്തിന് കാരണമായിട്ടുണ്ടാവാം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് സർക്കാരിന്റെ പ്രവർത്തനം മോശം എന്നുള്ള വിലയിരുത്തലായിരുന്നു. അതിനുശേഷം നടത്തിയ സർവേയാണിത്. അതിനിടയ്ക്ക് ചില മുഖം മിനുക്കൽ കാര്യങ്ങൾ സർക്കാർ ചെയ്തിരുന്നു എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത് മാത്രമല്ല, വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള CPM-ന്റെ ജനങ്ങളെ കാണലും ഒക്കെ സംഭവിച്ചതാണ്. അതിനുശേഷം 2 ദിവസം മുൻപ് വരെയുള്ള സർവേ ഫലമാണിത്. ജനങ്ങളുടെ അഭിപ്രായമാണ്. സർക്കാരിന്റെ 5 വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചത് 32.8, മികച്ചത് 7.3, ശരാശരി 12.3, മോശം 18.9, വളരെ മോശം 20.1, അഭിപ്രായമില്ലാത്തവർ 7.4. ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, ഡോക്ടർ D ധനുരാജ് എന്നിവർ ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, എങ്ങനെ കാണുന്നു ഇതിനെ?
മേഖല ആൻറ്റി ഇൻകംസി ചായ വളരെ കൂടുതലാണ് എന്നൊക്കെയാണ്. കാരണം അതാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. അകത്ത് അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും എന്നാലും സർക്കാരിന്റെ 5 വർഷത്തെ മൊത്തത്തിലുള്ള പഠനത്തെ വിലയിരുത്തുമ്പോൾ വളരെ മികച്ചത് എന്ന് 32.8, മികച്ചത് എന്ന് 7.3. ഇതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യമായിട്ട് ഈ സർവേയിൽ വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സജിത്ത്. കാരണം സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിൽ അതിൽ പിണറായി വിജയൻ സർക്കാരിന് പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഒരു കാര്യം കൂടെയുണ്ട്. സർക്കാരിന്റെ ചില PR ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടാകാമല്ലോ, അതും ജനങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ് കേൾക്കാമോ? താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? അല്ലെ, ഞാൻ ആദ്യ ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നത് പാസ് മാർക്കാണ്. അതെ, അത് സർക്കാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഒരു വലിയ നേട്ടമായിട്ട് തന്നെ കാണാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗവൺമെന്റ് വളരെ പുറകിലായിരുന്നു. വളരെ പുറകിൽ ആൻറ്റി ഇൻകംബൻസി ജനങ്ങൾക്ക് വളരെയധികം ഉണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തു. കോൺഗ്രസ് തന്നെ അതിവേഗം മുന്നേ പോയി. പക്ഷേ അതിൻ്റെ അകത്ത് തമ്മിൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അത് എങ്കിൽ പോലും ഭരണകക്ഷിക്ക് ഒരു വളരെ അനുകൂലമായ ഒരു ജനത്തിൻ്റെ തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഡോക്ടർ ധർരാജ്, ഈ വിഷയത്തിൽ അതായത് പൊതുവിൽ ആൻറ്റി ഇൻകംബൻസി ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നതാണല്ലോ കേരളത്തെക്കുറിച്ച് പൊതുവായി വിലയിരുത്തിയത്. നമുക്കതിന് മുന്നിൽ തൊട്ടു മുമ്പുള്ള ഉദാഹരണം തദ്ദേശ ഫലമാണ്. അതിനുശേഷം സാഹചര്യം ഇത്ര കണ്ടു മാറിയോ? ഈ സർവേ ഫലത്തെ ആ രീതിയിൽ നോക്കിക്കാണാൻ കഴിയുമോ? പൊതുവെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലൊരു ആവറേജ് അഭിപ്രായം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എല്ലാ കാലത്തും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിനെ രണ്ടായിട്ട് കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, സർക്കാരിൻ്റെ പ്രവർത്തനവും അതിലൊരു പൊളിറ്റിക്കൽ എലമെൻറ്റിൻ്റെ കാര്യമുണ്ട്. ആ പൊളിറ്റിക്കൽ എലമെൻറ്റിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും പലരും വിയോജിച്ചതായിട്ട് നമ്മുടെ പഠനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ പറ്റി ഇപ്പോൾ പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ പോലും ചില കാര്യങ്ങളിൽ സർക്കാരിനെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സർക്കാർ ചില കാര്യം ഇപ്പോൾ നമ്മൾ പല വികസന പ്രവർത്തനങ്ങളും ഈ സർക്കാർ നടത്തിയെന്നോ അല്ലെങ്കിൽ നടത്താൻ ശ്രമിച്ചു എന്നുള്ള ഒരു പ്രബലമായൊരു ചിന്ത സമൂഹത്തിലുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കായിട്ട് നമുക്ക് ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ കൂടിയാണ്. അതായത് സർക്കാരിൻ്റെ പൊളിറ്റിക്സ് എന്തായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു വ്യത്യാസം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത്, ത്രിതല സംവിധാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇപ്പോഴും ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ എലമെൻ്റാണ്. ഡെവലപ്മെൻറ്റ് എലമെൻറ്റ് ഒരുപക്ഷെ ഉണ്ട്, അതിന് ഒരുപക്ഷെ പാസ് മാർക്ക് കിട്ടിയേക്കാം അല്ലെങ്കിൽ ആവറേജിന് മുകളിലായിരിക്കാം. പക്ഷേ അതായിരിക്കാം ഈ ഇലക്ഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാനിതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ മഞ്ജുഷ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന സാഹചര്യത്തിൽ സർക്കാർ അല്പം മുഖം മിനുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സർക്കാർ മുഖം മിനുക്കി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ജനങ്ങൾ ആ രീതിയിൽ കാണുന്നു എന്ന് വേണം കരുതാൻ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ സ്വീകരിച്ച നിലപാട് അത് ജനങ്ങളുടെ മനസ്സിൽ വളരെ മികച്ചത് എന്നതിനും കൂടുതൽ സ്കോർ നൽകാൻ സഹായമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ശരാശരി എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അവരെ വേണമെങ്കിൽ മോശം എന്ന പട്ടികയിലും ചേർക്കാം, അല്ലെങ്കിൽ മികച്ചത് എന്ന പട്ടികയിലേക്കും ചേർക്കാം, അല്ലേ? അതിലൊരു കുറച്ച് ശതമാനത്തെയെങ്കിലും. ഈ കണക്കിൽ ജേക്കബ് ജോർജ്, ഒപ്പം തന്നെ ഡോക്ടർ ധൻരാജ്, ഈ ആദ്യത്തെ ചോദ്യത്തിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് വിലയിരുത്തിയിട്ടുണ്ട്. അതായത് യങ്ങർ വോട്ടേഴ്സ് 14-നും 18-നും 24-നും വയസ്സിന് ഇടയിലുള്ളവർ സർക്കാരിനെ കൂടുതൽ താല്പര്യത്തോടെ കണ്ടിട്ടുണ്ട്. അതേസമയം 35-നും 44-നും ഇടയിൽ ഏജ് ഗ്രൂപ്പ് ഉള്ളവർ കൂടുതൽ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടി ഈ സർവേയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. എന്താണ് ഈ യങ്സ്റ്റേഴ്സിന് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ടാകാനുള്ള ഘടകങ്ങൾ? അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ ജേക്കബ് ജോർജ്? അല്ല, അങ്ങനെ പെട്ടെന്ന് യങ്സ്റ്റേഴ്സിന് സാധാരണ പൊളിറ്റിക്സിൽ തന്നെ താല്പര്യമില്ല കേരളത്തിൽ. അങ്ങനെയാണ് നമുക്കിപ്പോൾ പുതിയൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാലേ KSU, SFI, ABVP ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ചെറുപ്പക്കാർ പൊതുവെ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് പോലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥ. സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാനത് പറയാൻ വരികയായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നു,
പക്ഷേ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് രാഷ്ട്രീയം അതിനോട് തന്നെ ഒരു മടുപ്പ് കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ട് പൊതുവെ എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ഞാനീ ചൂണ്ടിക്കാണിക്കുന്ന ആ സവിശേഷത ഉണ്ടെങ്കിൽ പോലും ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കേരളത്തിലെല്ലാവരും വിദ്യാർത്ഥികളാണല്ലോ, അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അത്ഭുതകരമാണ്, അത് സ്വീകാര്യവുമാണ് അങ്ങേയറ്റം. ശരി, എന്തായാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്, LDF ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത്. സർക്കാരിനെ കുറിച്ച് മോശം അഭിപ്രായം ഉള്ളവർ നല്ല അഭിപ്രായമുള്ളവരെക്കാൾ കുറവാണ്. ഓക്കെ, ഒരിക്കൽ കൂടി സർക്കാരിന്റെ പ്രകടനം ആ സ്ക്രീനിലേക്ക് ഒന്ന് കൊണ്ടുവരണം. അതായത് സർക്കാരിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം ജനം വിലയിരുത്തിയത് എങ്ങനെയാണ് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. അതിന്റെ കണക്ക് ഇങ്ങനെയാണ്. അതായത് വളരെ മികച്ചത് 32.8%, മികച്ചത് 7.3%, ശരാശരി 12.3%, മോശം 18.9%, വളരെ മോശം 20.1%, അഭിപ്രായമില്ല 7.4%. മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൂടുതലും ഗ്രാമീണ വോട്ടർമാർ ഇല്ലേ കൂടുതലും ക്രിട്ടിക്കലായിട്ടുള്ളത് അവരാണ് എന്നുള്ളതാണ് അല്ലേ. നോക്കി അതിനകത്ത് കണക്കുകൾ വരുമ്പോൾ അങ്ങനെയാണ്, 50% ഗ്രാമീണ വോട്ടർമാർ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്നുള്ള അഭിപ്രായം നടത്തിയവരാണ്. അതേസമയം നഗര മേഖലകളിൽ 40.5% മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന നിലപാട് ഉള്ള ആളുകൾ. പിന്നെ നേരത്തെ സൈത്ത് പറഞ്ഞ പോലെ ചെറുപ്പക്കാരായ വോട്ടർമാർ 18-നും 24 വയസ്സിനും ഇടയിലുള്ളവർ, അവർ കുറച്ചുകൂടി സംതൃപ്തരാണ് സർക്കാരിന്റെ. അതെ, മഞ്ജുഷ തുടക്കത്തിൽ സൂചിപ്പിച്ച പോയിന്റ്, അതായത് റൂറൽ വോട്ടർമാർ കൂടുതലായി സർക്കാരിനെ എതിർക്കുന്നവരാണ് നഗരമേഖലകളെ അപേക്ഷിച്ച് അല്ലേ. അതെ അതെ. ഓക്കെ, അപ്പൊ നഗരമേഖലകളുള്ളവർക്ക് സർക്കാരിനോട് എന്തോ കൂടുതൽ താല്പര്യമുണ്ട് എന്നതാണ് സർവേയുടെ. പക്ഷെ അതിനകത്ത് ഏറ്റവും അവസാനത്തെ പോയിന്റ് സഹിതം ഒന്ന് ശ്രദ്ധിക്കുക, മൈനോറിറ്റീസ്, അതായത് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് അല്ലേ, അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ക്രൈസ്തവരും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അവർ സർക്കാരിനെ വിമർശിക്കുന്നവരാണ്. അതെ, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആവുക, തദ്ദേശത്തിൽ കണ്ടതാണ് നമ്മൾ, ന്യൂനപക്ഷ ഏകീകരണം എന്ന സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഘടകം, അതൊരു ഫാക്ടറാണ് എന്ന് തന്നെയാണ് ഈ സർവേയും പറയുന്നത്. ഈ പോയിന്റിലേക്ക് വരിക, കാരണം അതിൽ ഗ്രാമീണ വോട്ടർമാരാണ് സർക്കാരിനെതിരെ കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് നഗരവൽകൃത വോട്ടർമാരെക്കാൾ എന്നുള്ളത്. പിന്നെ മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾ, അവരാണ് സർക്കാരിനെതിരെ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ പ്രകടനം മോശമാണ് എന്ന വിലയിരുത്തൽ നടത്തിയവരിൽ കൂടുതലും. പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ അത്? സ്വാഭാവികമാണല്ലോ, കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ LDF സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവി ഉണ്ടായൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലുള്ള വാർഡുകളിലും ഗ്രാമപഞ്ചായത്തുകൾ അവർ ജയിച്ചതുമൊക്കെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ജയമാണ് സമ്മാനിച്ചത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ളൊരു വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിലൊരു പൊളിറ്റിക്കൽ എലമെൻ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ എലമെൻ്റാണ് നമ്മുടെ ഈ ഇലക്ഷനെ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന കാര്യം. പിന്നെ നഗരപ്രദേശങ്ങളിൽ UDF വലിയ വിജയം നേടുമ്പോൾ തന്നെ നമ്മൾ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ചർച്ച ചെയ്യുമ്പോൾ കാണുന്നൊരു കാര്യം, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കൂടുതലും വളരെ നഗര കേന്ദ്രീകൃതമായ വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടത്തുന്നത്. ഹൈവേ വികസനം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ചർച്ചകൾ, നമ്മുടെ നഗരങ്ങളൊക്കെ മോടി പിടിപ്പിക്കുന്നു, റോഡുകൾ നല്ലതായിട്ട് പണിയുന്നു. ഇതെല്ലാം ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച്, നഗരപ്രദേശങ്ങളിലെ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർവേ ഫലത്തിൽ അങ്ങനെ ആവുന്നത് എനിക്ക് അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ മൈനോറിറ്റി കൺസോളിഡേഷൻ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വരുന്ന കാര്യമാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നുള്ളത് കൺസോളിഡേഷൻ വരുന്നു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നുകൂടിയാണ്. UDF ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ആ സർവേ ഫലം. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അത് അടുത്ത മുഖ്യമന്ത്രിയായി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവ് ആര് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണം? അതായിരുന്നു വോട്ടർമാരുടെ ചോദ്യം. ഉത്തരം ഇങ്ങനെയാണ്, അടുത്ത മുഖ്യമന്ത്രി ആരാവണം? 29.2% ആളുകൾ പിന്തുണയ്ക്കുന്നത് പിണറായി വിജയനെയാണ്. 9.3% KK ശൈലജ. MA ബേബിക്ക് 1.2% മഞ്ജുഷ. രണ്ടാം സ്ഥാനത്തെത്തുന്നത് അല്ലെങ്കിൽ VD സതീശനും
പിണറായി വിജയനും തമ്മിൽ നെക്ക് ആൻഡ് നെക്കിലാണ് നിൽക്കുന്നത്. അതിന്റെ കണക്ക് കൂടി സ്ക്രീനിലേക്ക് കൊണ്ടുവരണം പ്ലീസ്. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിക്കുന്നത് എത്ര ശതമാനം എന്നുള്ളതിലേക്ക് കണക്ക് വന്നാലേ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടാവുകയുള്ളൂ. പിണറായി വിജയൻ 29.2%, കെ ശൈലജ 9.3%, എം എ ബേബി 1.2% എന്നുള്ളതാണ്. യെസ്, നമുക്ക് വി.ഡി. സതീശന്റെ കണക്കൂടി ലഭ്യമാവുന്നുണ്ട്. 29%, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് 29.2%, വി.ഡി. സതീശൻ തൊട്ടടുത്ത് നെക്ക് ആൻഡ് നെക്ക് 29%, അതായത് 0.6% മാത്രമാണ്, 2% മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. 0.2% മാത്രം മാറ്റം പിണറായി വിജയനും വി.ഡി. സതീശനും തമ്മിലെന്നുള്ളതാണ് കണക്ക്. വി.ഡി. സതീശൻ 29.2%, 0.2% മാത്രം വ്യത്യാസം. 29.2% പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതേസമയം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് 29%. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ അത് UDFന്റെ ഒരു മുന്നേറ്റത്തിൻ്റെ സൂചന കൂടിയാണ്. UDF മുന്നേറുന്നു. അതിനകത്ത് അതിലേക്ക് UDFന്റെ മുന്നേറ്റത്തിലേക്ക്, പ്രത്യേകിച്ച് ലോക്കൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന പ്രചാരണത്തിൽ UDFന്റെ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് വഹിച്ച പങ്ക്, നേതൃത്വം, ഏറ്റവും ഒടുവിൽ അതിനടുത്ത പല സംഘർഷങ്ങളും അദ്ദേഹം നേരിട്ട രീതി, അതിലും പ്രത്യേകിച്ച് കണ്ണൂരിൽ കെ സുധാകരൻ ഉയർത്തിയ കലാപക്കൊടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വി.ഡി. സതീശൻ്റെ നിലപാട്, ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ചായ്വ് പ്രതിപക്ഷം ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലെത്തുകയാണെങ്കിൽ വി.ഡി. സതീശൻ എന്നുള്ള നിലയിലേക്ക് നീങ്ങിയതാണ് എന്നെനിക്ക് തോന്നുന്നു. എങ്കിലും അതായത് നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ളതാണ്. പിണറായി വിജയൻ 29.2%, വി.ഡി. സതീശനെ അനുകൂലിക്കുന്നത് 29% എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജിന്റെ അഭിപ്രായത്തിൽ അത് ഒരു UDFന് കിട്ടുന്ന ഒരു എഡ്ജാണ് എന്നുള്ളതാണ്. കാരണം 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൊട്ടടുത്തുള്ള ജനപ്രീതിയിലേക്ക് വി.ഡി. സതീശൻ വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ ചോദ്യത്തിന്റെ കൂടുതൽ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോൾ മറ്റു ചില ഡൈവേർഷൻ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇതിൽ മുസ്ലിം വോട്ടുകൾ, മുസ്ലിമിന്റെ പ്രതികരണം 39.3%, ക്രിസ്ത്യൻസ് 36.6% പൂർണ്ണമായും വി.ഡി. സതീശനെ അനുകൂലിച്ചവരാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൂർണ്ണമായും വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി ആവണം എന്ന നിലപാടെടുത്തു എന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി. എങ്ങനെയാണോ സർക്കാരിന്റെ പ്രകടനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിലയിരുത്തിയത്, അതേ രീതിയിൽ തന്നെയാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകണം എന്ന കാര്യത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ നിലപാടും. കൂടുതലും മുസ്ലിം ജനവിഭാഗവും ക്രൈസ്തവ ജനവിഭാഗവുമാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണം എന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മഞ്ജുഷ, അതായത് SC/ST വിഭാഗം, അതായത് ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത മേഖലകളിൽ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എന്നതാണ് അവരുടെ കണക്ക്. അതായത് SC/ST കമ്മ്യൂണിറ്റീസ് അവർ സ്ട്രോങ്ങർ സപ്പോർട്ട് ഇപ്പോഴും പിണറായി വിജയൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോഴും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനെ ആണ് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മഞ്ജുഷ, ഒരു കാര്യം കൂടി നമുക്ക് അതിനുശേഷം അതിഥികൾക്ക് പോകാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. അതായത് ഈ കമ്പൈൻ ലീഡർഷിപ്പ് UDFന്റെയും LDFന്റെയും മുഖ്യമന്ത്രി സാധ്യത സംബന്ധിച്ച് കണക്കെടുക്കുമ്പോൾ അതിൽ UDF ലീഡേഴ്സ് 45% നിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു UDFന്റെ ലീഡർ മുഖ്യമന്ത്രിയായി വരണം. അതിപ്പോൾ വി.ഡി. സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, ശശി തരൂർ ആയിക്കോട്ടെ, അങ്ങനെ ആരാണെങ്കിലും ഒരു UDF ലീഡർ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് അഭിപ്രായപ്പെട്ടവർ 45%. LDF 39%. അതായത് അവിടെയും UDFന് ഒരു എഡ്ജ് കിട്ടിയിരിക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ടത് പിണറായി വിജയനാണ്. 29.2. 0.2 വ്യത്യാസത്തിൽ 29% ആളുകൾ അഭിപ്രായപ്പെട്ടത് വി.ഡി. സതീശനാണെന്നാണ്. അതിൽ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടവരിൽ കൂടുതലും ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരും മുസ്ലിം ജനവിഭാഗത്തിലുമുള്ളവരാണ്. അതായത് ന്യൂനപക്ഷങ്ങളാണ്. അതേസമയം ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ പിണറായി വിജയൻ തുടരട്ടെ എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയവരാണ്. UDFന്റെ ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്നവർ 45%, LDFന്റെ ആരെങ്കിലും ആൾ മുഖ്യമന്ത്രിയായാൽ മതി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് UDF അധികാരത്തിലെത്തണമെന്ന് 45% ആഗ്രഹിക്കുന്നു എന്ന രീതിയിലും പറയാം. പക്ഷേ നേതാക്കളുടെ കാര്യം ചോദിക്കുമ്പോഴാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. LDF 39%.
ഡോക്ടർ ധനരാജ്, ഈ ഒരു കണക്കെടുപ്പിൽ അതായത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കഴിഞ്ഞ തദ്ദേശത്തിൽ കണ്ടതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് വി ഡി സതീശനെ തന്നെയാണ്. അത് പ്രതീക്ഷിച്ചിരുന്നതാണോ ആ കണക്ക്? അത് പ്രതീക്ഷയാണല്ലോ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ പറഞ്ഞതും അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഒരു കൺസോളിഡേഷൻ എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ. പക്ഷേ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് സൂചനകളൂടി തരാൻ ഉദ്ദേശിക്കുന്നു. അതായത് 2016 ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുണ്ടായ മത്സരത്തിൽ ചെറിയൊരു ശതമാനത്തിൽ 1% കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുന്നത്. അപ്പോഴും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു ബലാബലം അന്ന് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയിരുന്നെങ്കിലും പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആകുമ്പോൾ എന്നുള്ളൊരു തോന്നൽ കേരളത്തിലുണ്ടായിരുന്നു. അവിടെ ചെറിയ ശതമാനമാണ്. പക്ഷേ 2021 വന്നപ്പോൾ വളരെ ബഹുദൂരം മുന്നിലായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. പക്ഷേ ഇന്ന് ആ ഒരു ബഹുദൂരം മുന്നിലായിരുന്നത് 0.2% മാത്രമാണ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് വളരെ നാരോ ഡൗൺ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഓപ്പോസിഷൻ വളരെ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നുള്ളൊരു സൂചനയും തരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കു തൊട്ട് തെക്ക് വരെ പിണറായി വിജയനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള LDFൻ്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നത് അവരുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ പിണറായി വിജയൻ എന്നുള്ളൊരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലാണെന്ന് എനിക്ക്. പക്ഷേ അതേസമയം UDF അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, പിണറായി വിജയന് സംഭവിക്കുന്ന തോൽവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആ ഒരു ലീഡർഷിപ്പിനുള്ള ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട്സ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ച് വളരെയധികം കാരണം ഒരാളെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഒരു അപകടം കൂടി ഈ സർവേ കാണിക്കുന്നുണ്ട്. ശരിയാണ്. അതാണ് മറ്റേ UDFന്റെ ഏതെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന 45%. ഇവിടെ ഒരാളെ മാത്രം LDF ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പം കൂടിയാണ് 6% ഡിഫറൻസ്. ഈ ജേക്കബ് ജോർജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാത്തവർ പോലും പിണറായി വിജയനെ ഞങ്ങളുടെ രക്ഷകൻ അല്ലെങ്കിൽ നേതാവായി കണ്ടിരുന്നു എന്നതാണ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു അനുഭവം. അപ്പോൾ അവരും പിണറായി വിജയനെ കൈവിട്ടു എന്നതാണോ ഈ ഒരു സൂചന? അല്ല, കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2021 സ്പെസിഫിക് 2021 തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂർ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളുടെ കുറേ ഭാഗങ്ങൾ വരെ അവിടെ വ്യക്തമായിട്ട് ഒരു ക്രിസ്ത്യൻ ഷിഫ്റ്റ് ഇൻ ഫേവർ ഓഫ് ലെഫ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് 99 സീറ്റ് എങ്ങനെ കിട്ടും, അല്ലാതെ ഇവിടുന്ന് കിട്ടും. പത്തനംതിട്ടയിലെ ആകെ ക്രിസ്ത്യൻ ഹാർഡ് കോർ സ്ഥലമാണ്. പത്തനംതിട്ടയിലെ 5 സീറ്റും ലെഫ്റ്റിനാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും. അത് ഓർക്കണം, അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ പക്ഷേ അത് വലുതായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വലിയ പ്രധാനപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് വലിയ പരീക്ഷണമാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. കത്തോലിക്കരും കാത്തോലിക്ക സമുദായവും മുസ്ലിം സമുദായവും തമ്മിൽ കുറച്ചു കാലമായിട്ട് നല്ല അകൽച്ചയുണ്ട്. അത് പക്ഷേ ഈ UDFൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗ്. UDFിലെ രണ്ടാമത്തെ കക്ഷിയാണ്. അത് കാത്തോലിക്കർക്ക് അറിയുകയും ചെയ്യാം. കത്തോലിക്ക സമുദായം ഒരു മെയിൻ സ്റ്റേ ആണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ. പക്ഷേ എന്തായിരിക്കും ചെയ്യുക? അതിനുവേണ്ടി വലിയ വിശദമായിട്ട് പരിഹാരമൊന്നും കണ്ടിട്ടില്ല. അതേപോലെ ഒരു വിരോധം മധ്യ തിരുവിതാംകൂറിലെ പ്രൊട്ടസ്റ്റൻ്റ് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കില്ല. ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ വിഭാഗങ്ങൾക്കില്ല എന്നും കൂടി ഓർക്കണം. അവർക്ക് മുസ്ലിങ്ങളോട് വലിയ കുഴപ്പം പരസ്യമായിട്ടില്ല താനും. ശരി, നമ്മളിവിടെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ VD സതീശനെ പിന്തുണയ്ക്കുന്നത് എന്ന് കാണാം. പിണറായി വിജയനേക്കാൾ VD സതീശനാണ് പിന്തുണ കൂടുതലായിട്ട് വരുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു UDF നേതാവ് മുഖ്യമന്ത്രിയായി കാണാനാണ് കേരളത്തിലെ ജനങ്ങൾ കൂടുതലും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ സർവേ ഫലം വ്യക്തമാവുന്നത്. ഇനി അടുത്തത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്ന ഒരു മുഖ്യ വിഷയമാണ് തൊഴിലില്ലായ്മ. ഇവിടെ എടുക്കുകയാണെങ്കിൽ 15.6% തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വിലയിരുത്തുന്നത്, അല്ലേ? അടുത്തത് വികസനമില്ലായ്മയാണ്. വികസനത്തിന്റെ പോരായ്മ 3.9% പേർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ വികസനം നടന്നുവെന്ന് LDF സർക്കാർ അവകാശപ്പെടുമ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് സിഗ്നൽ കൂടിയാണ് 3.9 കുറഞ്ഞ റേറ്റ്, അല്ലെ? ക്രമസമാധാന പ്രശ്നങ്ങൾ 9.3% ആളുകൾ, അതാണ് ഒരു മുഖ്യ വിഷയമെന്ന് കരുതുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള 4.3 പേർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു സർവേ
സർവേ ആണ് എന്നതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരം അത് തണുത്തിട്ടുണ്ടോ എന്ന് പോലും ഈ സർവേ ഫലത്തിൽ നിന്ന് നോക്കാവുന്നതാണ്. 4.3%. ഇനി തീരുന്നില്ല. വർഗീയ ധ്രുവീകരണം 5.4% ആളുകൾ മുഖ്യ വിഷയമായി കാണുന്നു. വിലക്കയറ്റം 19.7% ആളുകളുടെയും മുഖ്യ വിഷയം. ഏറ്റവും ഉയർന്ന വിലക്കയറ്റമാണ് 19.7%. മദ്യവും മയക്കുമരുന്നും 12.7%. അഴിമതി കുറവല്ല 14.3%. അഭിപ്രായമില്ലാത്തവർ 9.8%. ഏറ്റവും വലിയ വിഷയമായിട്ട് കാണുന്നത് വിലക്കയറ്റം തന്നെയാണ് 19.7%. ഒപ്പം തൊഴിലില്ലായ്മയും വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത് 15.6%. അതേസമയം വികസനമില്ലായ്മ 3.9% എന്നുള്ളതാണ് ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിനുള്ള നേട്ടമാണോ കോട്ടമാണോ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഇത് പ്രഥമ ദൃഷ്ടിയ ഒരു നേട്ടമായിട്ട് കാണാം. തൊഴിലില്ലായ്മ 15%, ക്രമസമാധാനം 9.3%. സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇപ്പോഴും പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. ആ വിഷയത്തിന് മൂർച്ച പോയിരിക്കുന്നു എന്നാണ് ഈ ഫിഗേഴ്സ്. വർഗീയത, അതാണ് പ്രധാന പ്രശ്നം. കേരളത്തിൽ വർഗീയതയില്ല. ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാരണവശാലും ഒരു ഇതുപോലെയുള്ള വർഗീയ സംഘടന നടക്കുകയില്ല. കാരണം കേരളമാണ്, കേരളത്തിൽ പോലീസ് ശക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളിൽ പലതും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട് എന്നതൊരു വലിയ കാര്യമാണ്. വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 19.7%. മദ്യം മയക്കുമരുന്ന് 12%. അതൊക്കെ ശരിയാണ്. പല കാര്യങ്ങളും ജനങ്ങൾ പലവിധ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ജേക്കബ് ജോർജ് ഒരു സംശയം പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. അതായത് ഒരു സർവേയിൽ ഒരു ഏജൻസിയോ ഒരു പാർട്ടിയോ സമീപിക്കുമ്പോൾ ശബരിമല ഒരു മുഖ്യ വിഷയമാകുമെന്ന് ഒരു പക്ഷേ സർവേയിൽ പറയാൻ മടിക്കുന്നവർക്കുള്ളിലും ശബരിമല ഒരു വികാരമായി നിൽക്കാൻ സാധ്യതയുണ്ടോ? അത് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? അല്ല, അത് ഇത്തിരി തണുത്തുപോയെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കുറേ കാലമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈ പിച്ചിൽ ഇങ്ങനെ ഓടുകയായിരുന്നു. പക്ഷെ അത് UDF-നെതിരെയും അതിൽ ആരോപണം വന്നതോടുകൂടി അതിന്റെ ആ ഒരു മൂർച്ച കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ശക്തമായിട്ട് UDF ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ്. ഇതിൽ സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്ന ചില സബ്സെക്ഷൻ എന്ന് പറയുന്നത് യങ്ങർ വോട്ടേഴ്സ്, ചെറുപ്പക്കാരായ വോട്ടർമാർ പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. ഈ വർഗീയ ധ്രുവീകരണമാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നതിൽ മുസ്ലിം ജനവിഭാഗമാണ് കൂടുതലുള്ളത്. 8.7% അഭിപ്രായപ്പെട്ടത് വർഗീയ ധ്രുവീകരണം സംസ്ഥാനത്തൊരു വിഷയമാണ് എന്നതാണ്. അതുപോലെ തന്നെ ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും പറയുന്നത് വർഗീയ ധ്രുവീകരണം ഒരു വലിയ വിഷയമാണ് കേരളത്തിൽ എന്നുള്ളതാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ അത്ര വലിയ വിഷയമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വികസനമില്ലായ്മയും വലിയൊരു വിഷയമായിട്ട് കാണുന്നില്ല. കാരണം വികസനം നടക്കുന്നുണ്ട് കേരളത്തിൽ എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഡോക്ടർ ധൻരാജ്, ഒരു കാര്യം കൂടി ഉള്ളത്, നമ്മൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നും സംബന്ധിച്ച പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരുടെ എണ്ണം 12.7%. മുൻകാല തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കണക്കൽപ്പം ഉയർന്നിട്ടുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച ഒരു മേഖല കൂടിയാണല്ലോ. നമ്മൾ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും എല്ലാം ഒരുപാട് ക്യാമ്പയിനുകളും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്യാമ്പയിൻ നടത്തിയ ഒരു സംസ്ഥാനമാണിത്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സംസ്ഥാനം ഉണ്ടെന്നായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ അവിടെ ഇപ്പോഴും ആൾക്കാർക്ക് അതിൽ സംശയങ്ങളോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പരാതികളോ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വികാരമായിട്ട് കൂടി ഞാൻ അതിനെ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എപ്പോഴും എല്ലാ കാലത്തും എനിക്കൊന്ന് കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 80s തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണല്ലോ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം. അത് ഇന്നും കേരളത്തിൽ അതേപോലെ തന്നെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ വലിയ രീതിയിൽ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് പോലെ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളത്. അത് ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, മുമ്പ് ആദ്യത്തെ ചോദ്യത്തിൽ സ്പർശിച്ചതുപോലെ തന്നെ 30 വയസ്സിനും 45 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാരുടെ ഇടയിലും ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഗവൺമെൻറ്റിനെതിരെ ഉണ്ടെന്ന് പറയുമ്പോൾ അവരെയൊക്കെയാണ് ഈ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൻ്റെ വോട്ടേഴ്സിൽ കൂടുതലുള്ള ആൾക്കാർ ആ ശതമാനമാണ് കേട്ടോ. അതായത് കേരളത്തിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ യങ് വോട്ടേഴ്സിൻ്റെ എണ്ണം മൊത്തം വോട്ടേഴ്സിൻ്റെ ഇടയിൽ കുറവാണ്.
അപ്പോൾ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് മധ്യ വയസ്കരോട്ടുള്ള മുകളിലേക്കുള്ള ആൾക്കാരായിരിക്കാം. യെസ്, അതൊരു ശ്രദ്ധേയമായ നിരീക്ഷണം കൂടിയാണ്. കാരണം ഈ ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക മധ്യവയസ്കർ, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെയുള്ള വോട്ടർമാരാണ്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുന്ന വിഷയങ്ങൾ സംബന്ധിച്ച ആളുകളുടെ നിലപാടുകൾ വ്യത്യസ്തതയാണ്. അതിൽ കൗതുകം അല്ലെങ്കിൽ ഏറെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരു സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തുന്നവരുടെ ശതമാനം 12% മുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നാമമാത്രമായ നടപടികളല്ല, ഇനിയുള്ള സർക്കാരുകൾക്ക് മുന്നിൽ വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ഈ സർവേ ഉയർത്തുന്നത്. മറ്റൊരു അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വരുന്നത്. ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും ഇല്ലേ? വോട്ട് വൈബ് സർവേ ഫലങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ ഇതുവരെ വന്ന ഫലങ്ങൾ ക്രോഡീകരിച്ച് നോക്കുകയാണെങ്കിൽ LDF സർക്കാരിനെ പൊതുവെ ഒന്നുകിൽ മികച്ചത് അല്ലെങ്കിൽ ഇല്ലേ ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ വിലയിരുത്തുന്നവരുടെ ശതമാനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് വിലയിരുത്തുന്നവരെക്കാൾ കൂടുതലാണ്. പക്ഷേ തീരെ ചെറിയൊരളവിലാണെങ്കിൽ പോലും പിണറായി വിജയൻ സർക്കാരിനെ ഇഷ്ടപ്പെടുന്നു, പ്രകടനം വിലയിരുത്തുമ്പോൾ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടവരാണ് കൂടുതലും ഉള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയായി ആര് വരണം എന്നാഗ്രഹിക്കുന്നവരിൽ VD സതീശിനേക്കാൾ 0.2% മാത്രം വ്യത്യാസമാണ് പിണറായി വിജയന് കൂടുതലായിട്ടുള്ളത് എന്ന രീതിയിലുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും? ഇതിൽ വോട്ട് വൈബ് സർവേയിൽ പങ്കെടുത്ത ജനങ്ങൾ നൽകിയ പ്രതികരണം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത് UDF ആണോ LDF ആണോ എന്നതിൽ LDF 41.6%, UDF 41%. യെസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുമുന്നണി 6.6% വോട്ടുകൾ UDF-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന കണക്കാണ് വരുന്നത്. NDA 10.1% സീറ്റുകൾ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണിയായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. LDF സർവേയിൽ പങ്കെടുത്തവരുടെ വിലയിരുത്തൽ പ്രകാരം അവർ ആഗ്രഹിക്കുന്ന പ്രകാരം LDF 41.6%, UDF 41%. നിസ്സാരമായ വ്യത്യാസമാണ് ഇക്കാര്യത്തിലുള്ളത്. NDA 10.1%, മറ്റുള്ളവർ 14% എന്നാണ്. ഈ സർവേയിൽ പങ്കെടുത്ത 1.5% പേരും പറയുന്നത് ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അഭിപ്രായമില്ലാത്തവർ 4.5%. ഇതാണ് ചിത്രം. ഇനിയും ഈ തീരുമാനമെടുക്കാനുള്ളവർ ബാക്കിയാണ്. അതാണ് അതിലേറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഒരു അഭിപ്രായ പഠനത്തിലേക്ക് എത്താത്തവരുടെ സംഖ്യയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാകും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് LDF ആയിരിക്കുമെന്ന് 41.6% ആളുകൾ, UDF ആണെന്ന് 41% ആളുകൾ, NDA ആണെന്ന് 10.1%, മറ്റുള്ളവർ 1.4% എന്നുള്ളതാണ്. യെസ്, ശ്രീ ജേക്കബ് ജോർജ്, അഭിപ്രായമില്ലാത്തവർ 4.5% ഉണ്ട്. ഇതിനിടയിലാണ് രണ്ട് പ്രധാന മുന്നണികളും തമ്മിൽ 0.6% ഡിഫറൻസ് നിൽക്കുന്നത്. സസ്പെൻസ് തീരുന്നില്ല, ജനത്തിന്റെ കയ്യിലാണ് ഇപ്പോഴും. സർവേക്കും വ്യക്തത വരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല സീതാൻ, വളരെ വ്യക്തമായ സർവേ തന്നെയാണിത്. കാരണം കേരള രാഷ്ട്രീയം രണ്ടായിട്ട് പകുത്തെടുത്തിരിക്കുകയാണ് രണ്ട് മുന്നണികൾ. നമുക്കറിയാമല്ലോ, വർഷങ്ങളായിട്ട് മാറി മാറി വന്ന ഭരണങ്ങൾ. അതിനകത്ത് ഒരു തവണ LDF ആണെങ്കിൽ മറുതവണ അടുത്ത തവണ UDF ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ തവണ ഭരണം തുടർച്ചയുണ്ടായി, പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു. അത് ഒരു വലിയ സംഭവമാണ്. അത് വലിയ സംഭവമായിട്ട് നമ്മളൊക്കെ പ്രകീർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDF വളരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു, ആൻറ്റി ഇൻകംബൻസി കൂടെ ഒക്കെ മുതലാക്കിക്കൊണ്ട്. LDF-നാണെങ്കിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഒരിടത്തും ഇടതുപക്ഷ മുന്നണിക്ക് CPM-ന് ഭരണമില്ല. ഈ ഭരണം പോയാൽ ഇന്ത്യയിൽ വട്ടപൂജ്യമാവും CPM. അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ കോൺഗ്രസിന് ഭയങ്കര ക്ഷീണമായിരിക്കും. കേരളത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത്. അത് മുന്നണിയെ തന്നെ ബാധിക്കും, മുന്നണിയുടെ കെട്ടുറപ്പിനെയും ഐക്യത്തെയും മുന്നോട്ട് പോകലിനെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് രണ്ട് മുന്നണികൾ, ഒരു ഘടകം കൂടിയുണ്ട് എനിക്ക് പറയാൻ. രണ്ട് മുന്നണികളിലും ഏറ്റവും ശക്തമായിട്ട് അങ്ങോട്ട് ഏറ്റുമുട്ടുമ്പോൾ അവിടെ താഴെ പോകുന്നത് പതിവ് പോലെ BJP ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിനോട് യോജിക്കുന്നു. 10.1% എന്ന് പറഞ്ഞാൽ BJPക്ക് ഒന്നുമില്ല. അവരെ കൊട്ടിക്കൊഴിച്ച കാര്യങ്ങളൊക്കെ വലിയ വലിയ ആന പോലെയുള്ള വലിയ സംഭവങ്ങളാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ തടസ്സം വരുന്നു. ഈ ഫിഗേഴ്സ് നമ്മൾ കാണുകയാണെങ്കിൽ ഇതാണ് വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ഘടകങ്ങളുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
ഓക്കെ, ഈ ചോദ്യത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു കണ്ടെത്തൽ കൂടി മഞ്ജുഷ്, അതായത് അതെ, റൂറൽ വോട്ടർമാർ ഇത്തവണയും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് UDF-നെയാണ്. നമുക്ക് ആദ്യം തന്നെ അതിന്റെ സൂചനയുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രകടനം വിലയിരുത്തിയ സമയത്ത് റൂറൽ വോട്ടേഴ്സ് മോശം എന്നുള്ളതാണ് കൂടുതലും പറഞ്ഞത്. അതെ അതെ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. UDF-നെ റൂറൽ വോട്ടർമാർ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നു. 53.4% റൂറൽ വോട്ടർമാരും UDF-നാണ് സപ്പോർട്ട്. അതേസമയം അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ, നഗരമേഖലയിലേക്ക് വരുമ്പോൾ അത് ഇടതുമുന്നണിക്കാണ്. 44.6% എന്നതാണ് സാഹചര്യം. അതായത് ആദ്യം സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തിയ സമയത്ത് നഗര വോട്ടർമാരാണ് LDF സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത്, അല്ലെ? അവരുടെ പ്രകടനം, സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണെന്ന്. അതേ ആളുകൾ തന്നെയാണ് പറയുന്നത് LDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത് എന്ന്. പക്ഷേ ഗ്രാമമേഖലയിലുള്ളവർ സർക്കാരിന്റെ പ്രവർത്തനത്തെ മോശം എന്ന് അഭിപ്രായപ്പെട്ടവരായിരുന്നു കൂടുതൽ, അല്ലെ? അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കായിരുന്നു. അവർ തന്നെയാണ് UDF അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. ധനരാജ്, താങ്കളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ? അല്ല, ഞാൻ ഈ ചോദ്യവും ഉത്തരവും ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മുന്നണി ഏതാവുന്നുള്ളൂ, അവർക്ക് കിട്ടാൻ പോകുന്ന എത്ര വോട്ട് പെർസെൻറ്റേജ് എന്നുള്ളതല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റ് പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് റൂറൽ ഏരിയാസിലാണല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ പരമ്പരാഗതമായ ലെഫ്റ്റ് വോട്ടേഴ്സ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിലാണ്. അവിടെ ലെഫ്റ്റിനൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയുന്നത് ഒരുപക്ഷെ ആത്യന്തികമായി ഫൈനൽ റിസൾട്ടിനെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ 41.6%, 41% എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഗ്രാമമേഖലകളിൽ LDF എങ്ങനെയാണ് പെർഫോം ചെയ്യുക. മാത്രമല്ല, UDF കഴിഞ്ഞതിന് മുമ്പത്തെ തവണയും എല്ലാം തന്നെ നമ്മളെ നഗരപ്രദേശങ്ങളിൽ UDF ഒരു അർബൻ പാർട്ടിയാണ് കേരളത്തിൽ, BJP വരാത്തിടത്തോളം കാലം. അപ്പോൾ അവിടെ UDF-ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു കൗണ്ടർ വരാൻ സാധ്യതയുള്ളത് അവരുടെ വോട്ട് കുറച്ചെല്ലാം BJP-യിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിൽ. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ LDF-ന് ഉണ്ടാവുന്ന ഒരു താഴേക്ക് പോകുന്നത് അവരുടെ ഫൈനൽ റിസൾട്ടിനെ, ഫൈനൽ ടാലിനെ ബാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒരു ക്ലോസ് ഫിനിഷ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത്. ഇത് നേരിട്ട് അവർ ഈ മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം അവരുടെ ഒരു വിലയിരുത്തലാണ് ആരാണ് വരുന്നത് എന്ന്, അല്ലേ? അവിടെയാണ് ഈ ചെറിയ എഡ്ജ് വന്നിട്ടുള്ളത്. ധനരാജ് സൂചിപ്പിച്ചതനുസരിച്ച് വലിയൊരു ട്വിസ്റ്റ് അതിൽ സംഭവിക്കും തോന്നുന്നു. അതായത് പരമ്പരാഗതമായി റൂറൽ വോട്ടുകൾ സപ്പോർട്ട് ചെയ്യാറുള്ള ഇടതു മുന്നണിക്ക് ഇത്തവണ നമ്മുടെ റിസൾട്ട് സർവേയിലടക്കം അത് മാറുകയാണ്. അതൊരു നഗര കേന്ദ്രീകൃതമായിട്ട് മാറുകയാണ്. മറുവശത്ത് റൂറൽ വോട്ടുകൾ കൂടുതലും അവരുടെ വിലയിരുത്തലും ഒരേ രീതിയിൽ തന്നെയാണ്. എന്നുള്ളത് വരുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, സിറ്റിംഗ് MLA-ക്ക് വീണ്ടും വോട്ട് ചെയ്യാനുള്ള സാധ്യത എത്രയെന്നുള്ളതാണ്. സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത് LDF. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. അവർ ടേം വ്യവസ്ഥ പോലും നോക്കാതെയാണ് സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുത്തത്, പ്രത്യേകിച്ച് CPM, അല്ലേ? അപ്പോൾ അതിൽ എത്ര സാധ്യത എന്നുള്ളതാണ് വളരെ കൂടുതൽ. 39.7% സിറ്റിംഗ് MLA-ക്ക് വീണ്ടും വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അത് UDF-ന്റെ MLA ആണെങ്കിലും LDF-ന്റെ MLA ആണെങ്കിലും വളരെ കൂടുതൽ 39.7%, അല്ലേ? അതേ പാർട്ടിയിൽ നിന്നുള്ള മറ്റൊരാൾ മത്സരിച്ചാൽ വോട്ട് ചെയ്യുമെന്ന് പറയുന്നവർ 23.4%. ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാം എന്ന് പറയുന്നവർ 5.3%, ചെയ്യില്ല എന്ന് പറയുന്നവർ 18.8%. അഭിപ്രായമില്ല എന്ന് 12.8% ആളുകൾ പറയുന്നു എന്നാണ് സാഹചര്യം. മഞ്ജുഷ്, ഇതിൽ ശ്രദ്ധേയമായ കാര്യം സിറ്റിംഗ് MLA-യുടെ പെർഫോമൻസ് കൂടി ഇവിടെ വിലയിരുത്തപ്പെടുന്നു എന്നതാണ് സാഹചര്യം. അദ്ദേഹം മത്സരിച്ചാൽ, സിറ്റിംഗ് MLA മത്സരിച്ചാൽ 39.7% ആളുകളും പറയുന്നു ഞങ്ങൾ വോട്ട് ചെയ്യും. ശരി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിറ്റിംഗ് MLA-മാർക്ക് സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇത്തവണ ഓരോ മണ്ഡലത്തിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റിംഗ് MLA-മാരെ കൂടുതലായിട്ട് മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MLA-മാരെ ഇഷ്ടമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരും, ഇനി ആ സിറ്റിംഗ് MLA അല്ല, അതേ പാർട്ടിയിലെ ഒരാളാണെങ്കിൽ പോലും വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ സിറ്റിംഗ് MLA ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം. അതായത് രണ്ടാമത്തെ ചോദ്യം ഒത്തിരി പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ചോദ്യം ഇൻഡിവിജ്വൽ പെർഫോമൻസ് തന്നെയാണ് അവിടെ വിലയിരുത്തുന്നത്. ഈ ജേക്കബ് ജോർജ്, ഈ MLA-മാർ ഇത്തവണ വോട്ട് നേടും എന്ന് ഉറപ്പാണ്. അവർ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ വോട്ട് പിടിക്കും, അതാണ് ഈ സൂചന, അല്ലേ? അത് എനിക്ക് തോന്നുന്നു മുന്നണി ഭേദമന്യേ
ഇപ്പോൾ UDF MLA ആണെങ്കിലും LDF MLA ആണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർക്ക് ഒരു ജനപിന്തുണ വ്യാപകമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം കിഫ്ബി പോലെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലം താഴേത്തട്ടിലേക്ക് ഇറങ്ങി ചെയ്തിട്ടുണ്ട്. അത് ഈ മാത്യു കുഴൽനാടനൊക്കെ വലിയ കേസ് വരെ പോയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും കിഫ്ബിയുടെ പദ്ധതികൾ വന്നു എന്നുള്ളതിനെ കുറിച്ച് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് ആശുപത്രി കെട്ടിടമായാലും സ്കൂൾ കെട്ടിടമാണെങ്കിലും സ്കൂൾ ഹൈടെക് ആക്കലാണെങ്കിലും പല കാര്യങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഫലം ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി പൊളിറ്റിക്സ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. യെസ്, നമുക്ക് വേഗത്തിൽ അല്പം സമയം പരിധിയുള്ളതുകൊണ്ട് നേരത്തെ വേഗത്തിൽ പോകുമ്പോൾ കോൺഗ്രസിന് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് കടക്കാം. കോൺഗ്രസിന് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് സ്വാഭാവികമായും. കോൺഗ്രസ് പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ്. ആരാണ് മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്ന ആ സമയത്തും ഈ സർവേ പുരോഗമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിലെ വിഭാഗീയത എന്നുള്ള കാര്യമാണ്. 45.5% ആളുകളും കോൺഗ്രസിൽ ഈ വിഭാഗീയത ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പ്രശ്നത്തെ നേരിടുന്നത് എന്നുള്ളതാണ്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ പരാജയം എന്ന് പറഞ്ഞവർ 8.4%. ഹരിയാനയെ പോലെയുള്ള അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിന് വിനയാകുന്നു എന്ന് പറഞ്ഞത് 2.8%. ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റിലെ സ്വാധീന നഷ്ടം 4.6%. അതങ്ങനെ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഒപ്പം മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനുമുള്ള അമിത വിധേയത്വം അങ്ങനെ വിലയിരുത്തുന്നവരുമുണ്ട്. 9.8%. മറ്റുള്ളവർ 7.2%. അഭിപ്രായമില്ലെന്ന് പറയുന്നവർ 22.6%. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആ വിഷയത്തിൽ അഭിപ്രായം പറയാത്തവരുടെ എണ്ണമാണ് കൂടുതലെന്നൊരു പ്രധാന ഒരു കാര്യം വ്യക്തമാണ്. കോൺഗ്രസിലെ വിഭാഗീയത, കോൺഗ്രസിൽ അങ്ങനെ പറയുമ്പോൾ ഗ്രൂപ്പ് പോരെ എന്ന് വേണമെങ്കിൽ പറയാം, നേതാക്കൾ തമ്മിലുള്ള അനൈക്യം, ഇത് തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് പറയുന്നത്. അതാണ് കൂടുതൽ ആളുകളും പറയുന്നത് കോൺഗ്രസിലെ പ്രശ്നം വിഭാഗീയതയെന്ന്. ശ്രീ ജേക്കബ് ജോർജ്. അല്ല, വിഭാഗീയത എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ ഈ സർവേയിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ശരിക്കുള്ള പണ്ട് നമ്മൾ CPM-ലൊക്കെ കണ്ടിരുന്ന മാതിരിയുള്ള വിഭാഗീയതയല്ല, മറിച്ച് നേതാക്കന്മാർ തമ്മിലുള്ള മത്സരം തന്നെയാണ്. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ എത്ര നേതാക്കന്മാരാ ഇവിടെ ഡൽഹിയിലും കേരളത്തിലും ഒക്കെ ആയിട്ട് നിരന്ന് നിൽക്കുകയായിരുന്നില്ലേ? ഏറ്റവും അവസാനം K. സുധാകരൻ വരെ. ഇതിനെയെല്ലാം എനിക്ക് തോന്നുന്നു വിഭാഗീയത എന്ന ഒറ്റ വാക്കിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് ഈ സർവേയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലേ അത് ശരിയാവുകയുള്ളൂ. കാരണം പഴയ ഗ്രൂപ്പുകളൊന്നും കോൺഗ്രസിലില്ല. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ ഫോർമേഷനേ ഇല്ല. പണ്ട് ഗ്രൂപ്പായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ കരുണാകരൻ ഗ്രൂപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ആന്റണി ഗ്രൂപ്പ് ആയിരിക്കണം. ഇപ്പോഴങ്ങനെ ഒരുപക്ഷെ ഈ സർവേ ദിവസങ്ങളിലാവണം കോൺഗ്രസിന്റെ തർക്കം മുഴുവൻ നടന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി, അത് BJP പൊളിറ്റിക്സിനെ കുറിച്ചാണ്. BJPയുടെ വികസനത്തിന് പ്രതിബന്ധമാകുന്ന, അതായത് വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഘടകം എന്ത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതിൽ പ്രധാനമായ പല ഘടകങ്ങളാണ് ജനങ്ങൾ പരിഗണിച്ചത്. അതിൽ ഒരു കാര്യം, CPM-ന് ഒരു ഹിന്ദു പാർട്ടി എന്ന പരിഗണന ലഭിക്കുന്നു, അതാണ് BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത് എന്ന് വിലയിരുത്തിയിരിക്കുന്നവർ 19.8% ആളുകളാണ്. മറ്റൊന്ന്, വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ BJPക്ക് വേണ്ടത്ര കഴിവില്ലായ്മ വരുന്നുണ്ട്, വീഴ്ച പറ്റുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തുന്നവർ 5.9% ആളുകളാണ്. കൂടിയ ന്യൂനപക്ഷ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ BJPക്ക് തടസ്സമുണ്ടാകുന്നു എന്ന് വിലയിരുത്തുന്നവർ 10.6% ആളുകളാണ്. മറ്റൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം, കേരളത്തിലെ ജനങ്ങളെയും ചരിത്രവും തിരിച്ചറിയുന്നതിൽ BJPക്ക് പോരായ്മ സംഭവിക്കുന്നു. ഇങ്ങനെ വിലയിരുത്തുന്നവരുടെ എണ്ണം 30.9% എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊരു കാര്യം, ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു നേതാവിൻ്റെ അഭാവം 4% ആളുകൾ അങ്ങനെയും കണക്കൂടുന്നുണ്ട്. മറ്റ് അഭിപ്രായങ്ങൾ പറയുന്നവർ 9.6 പേരാണ്. അഭിപ്രായമില്ലാത്തവർ 19.1%. ശരി, ഇക്കാര്യത്തിൽ കേരളത്തിലെ ചരിത്രം, അതുപോലെ കേരളത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ BJPക്ക് കഴിയുന്നില്ല. അങ്ങനെ 30.9% ആളുകളും പറയുന്നത് ഇതാണ് BJPയുടെ വളർച്ചയ്ക്ക് തടസ്സം എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, മറ്റൊരു കാര്യം, CPM-ന് കിട്ടുന്ന ഹിന്ദു പാർട്ടി എന്നുള്ള പരിഗണന അത് BJPക്ക് തടസ്സമാകുന്നു. അതായത് ഒരേ വോട്ട് ബാങ്കിലേക്കാണല്ലോ കടന്നു ചെല്ലേണ്ടത്. ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? അല്ല, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ഒരു മതേതര കക്ഷി ആയിട്ടാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നിൽക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം.
അതിൻ്റെ ഒത്തിരി അണികൾ ശബരിമലയിൽ പോകുന്നവരുണ്ട്, ശബരിമലയിൽ പോകുന്ന സഹാക്കൾ CPM ഇഷ്ടം പോലെയുണ്ട്. അത് വേറൊരു കാര്യം, അതൊക്കെയുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം കേരളത്തിൽ വർഷങ്ങളായിട്ട് സമരം ചെയ്തും പല പല ജനങ്ങളുടെ ജനകീയ വിഷയങ്ങളൊക്കെ എടുത്തും രാജാവിനോട് മത്സരിച്ചും രാജാവിനോട് സമരം ചെയ്തും ഒക്കെ വളർന്നു വന്ന രണ്ട് പാർട്ടികളാണ് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതേപോലെ കോൺഗ്രസ് പാർട്ടിയും. സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ വളർന്നു വന്ന് കോൺഗ്രസ് ആയിട്ട് വളർന്ന ഒരു വലിയ പ്രസ്ഥാനമാണത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ രണ്ട് പാർട്ടികളുടെ ചരിത്രം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് തന്നെയാണ് ആളുകൾ വിലയിരുത്തിയതും കൃത്യമായിട്ട് തന്നെയാണ്. 30% ആളുകളും വിലയിരുത്തിയത് അത് തന്നെയാണ്. കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ BJP കഴിയുന്നില്ല എന്ന്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്, ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്, ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് ഏത് മുന്നണിക്കാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോവുകയാണ്. അത് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഇനി പ്രേക്ഷകരിലേക്ക് വരുന്നത്. അതായത് സംസ്ഥാനത്ത് ഈ കക്ഷി നില പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ സർവേ. അതായത് 140 മണ്ഡലങ്ങളിൽ നടത്തിയ ഈ സർവേ ഫലം വരികയാണ്. 140 മണ്ഡലങ്ങളിൽ എത്ര സീറ്റുകൾ LDF-ന്, എത്ര സീറ്റുകൾ UDF-ന്, BJP എന്ത് നേടും, NDA എന്ത് നേടും എന്നുള്ളത്, ജനങ്ങൾ എന്താണ് പറയുന്നത്, തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേ ഫലം. വോട്ട് വൈബ് സർവേ ഫലം ഇങ്ങനെയാണ്. LDF ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 71 എന്നുള്ളതാണ്. +or-3 ആ ഒരു ഡിഫറൻസ് ഓർക്കുക. 71 സീറ്റുകൾ LDF, UDF നേടാൻ പോകുന്നത് 67 സീറ്റുകൾ എന്നുള്ളതാണ്. NDA BJP 2 സീറ്റുകൾ, +or-1 ഡിഫറൻസ് വരാം. UDF +or-3 എന്നും വരാം. അതായത് 70 സീറ്റുകൾ വരെ UDF-ന് കിട്ടാം, ഇല്ലേ? അതിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ 64 വരെ കുറയാം. LDF-ന് 74 സീറ്റുകൾ വരെ കിട്ടാം, കുറവ് സംഭവിക്കുകയാണെങ്കിൽ 68 വരെ വരാം. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ സർവേ, വോട്ട് വൈബ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. മിനിയാന്ന് വരെയുള്ള ഡേറ്റയാണ് ശേഖരിച്ചിരിക്കുന്നത്. മിനിയാന്ന് വരെയുള്ള 21-ാം തീയതി വരെയുള്ള അഭിപ്രായമാണ് ഇത്. അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഏത് മുന്നണിക്കാണ് എന്ന് ജനങ്ങൾ പറയുന്നു. LDF 71, UDF 67, NDA 2 എന്നുള്ളതാണ് കണക്ക്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു നെക്ക് ഓൺ നെക്ക്, ഇഞ്ചോടിഞ്ചുള്ള പോരാട്ട ചിത്രം തന്നെയാണ് ഇതാ ഈ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സർവേയിലൂടെ പ്രേക്ഷകർ പറയുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു നേരിയ മുൻതൂക്കം ഇടതുപക്ഷത്തിന് അവകാശപ്പെടാം, പക്ഷേ തൊട്ടു പിന്നിൽ തന്നെ UDF ഉണ്ട് എന്നതാണ് സാഹചര്യം. നമുക്ക് ഡോക്ടർ ധനരാജ്, അവസാനമായി കേരളത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു കണക്കാണോ ഈ സർവേ മുന്നോട്ട് വെക്കുന്നത്? വളരെ നെക്ക് ആൻഡ് നെക്കായിട്ടുള്ള ഫൈറ്റ് ആണെന്നുള്ളൊരു നറേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ 3 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും അത് ജയിച്ച മുന്നണിക്കാണ് നിയമസഭാ ഇലക്ഷനിൽ മുൻതൂക്കം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ഇതിലൂടെ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്, എല്ലാ തവണയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനത്തെക്കാളും 4.5% തൊട്ട് 5% വരെ LDF ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 33%, 33.5% ഉണ്ടായിരുന്ന LDF-ന് വേണമെങ്കിൽ 39-40% എത്താം. അതേസമയം UDF-ന് ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത് ഏകദേശം 1.5-2% മാത്രമാണ്. ഇതാണ് കഴിഞ്ഞ 15 വർഷത്തെ കണക്ക്. അങ്ങനെ വരുമ്പോൾ 38% ഏതാണ്ട് ഈക്വൽ ആവും. രണ്ട് കക്ഷികളും നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഈക്വൽ ആവുന്നൊരു അവസ്ഥയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണക്കുകളും ശരിയാവും. അപ്പോൾ അത് ഒരുപക്ഷെ നമ്മൾ മുൻപ് ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ VD സതീശൻ്റെ നേതൃത്വം, പിണറായി വിജയൻ്റെ നേതൃത്വം, 4.5% ആൾക്കാർ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളൊരു സർവേ, അതെല്ലാം കൂടിയായിട്ടായിരിക്കാം അവസാന ഒരു ലാപ്പിൽ അടുത്തൊരു 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ കേരളത്തിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുള്ള പഴയ എല്ലാ അസംബ്ലിയും ഇലക്ഷനിലും സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം 1%, 2%. കേരളം വലിയൊരു സ്വിംഗ് സ്റ്റേറ്റ് ആണ്.
അതായത് 1% വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ മുന്നണിക്ക് ഒരുപക്ഷെ 8, 9 തൊട്ട് 12 സീറ്റ് വരെ വ്യത്യാസം വരാം. അപ്പോൾ ആ ഒരു 1% അല്ലെങ്കിൽ 1.5% സ്വിംഗ് വോട്ടായിരിക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ആത്യന്തികമായി നമ്മുടെ ഫലത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഘടകം. ശരിയാണ്. അതായത് ഇതുവരെ തീരുമാനം എടുക്കാതിരിക്കുന്ന അതേ ആളുകൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല, അവർക്ക് തീരുമാനം എടുക്കുവാൻ ഇനിയും 15 ദിവസത്തെ സമയമുണ്ട്. അവരായിരിക്കും വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ നിലവിലെ വോട്ട് വൈബ് സർവേ അനുസരിച്ച് LDF-ന് ചെറിയൊരു എഡ്ജ് വന്നിരിക്കുകയാണ്. അതായത് 2 ഫൈൻഡിങ്സ് നടത്താം. ഒന്ന്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പൊളിറ്റിക്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥി തർക്കം അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസിന്റെ ഒരു ഇമേജിന് അല്പം, UDF-ന്റെ ഇമേജിന് അല്പം കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ സർവേ ഫലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചേർന്ന് പോകുന്നതാണ്, കണക്കുകൾ ചേർന്ന് പോകുന്നതാണ്. കാരണം അവർ വോട്ട് ചെയ്യുന്ന ആളുകളുടെ കണക്കും വോട്ട് വൈബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഏത് മുന്നണിയാണ്, ഈ 2 മനസ്സുമുള്ള ആളുകളെ കുറിച്ച് പറയുകയും 4.5% ആളുകൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ധനരാജ് പറഞ്ഞതുപോലെ അതിൽ 41.6% എന്നുള്ള ആ 0.6% വ്യത്യാസം LDF-ന്റെ വോട്ടിൽ കാണുന്നു. അപ്പോൾ അത് വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അത് വെച്ചുകൊണ്ടാണ് +-3 ഡിഫറൻസ് കൂടി വെച്ചുകൊണ്ട് 71 സീറ്റുകൾ വരെ LDF-ന്, 67 സീറ്റുകൾ വരെ UDF-ന് എന്നുള്ളതാണ്. കൗതുകമായ കാര്യം 67 എന്നുള്ളത് 70 വരെ എത്താം എന്നുള്ളതാണ്. 71 എന്നുള്ളത് LDF-ന്റേത് 68 വരെ താഴാം എന്നുള്ളതാണ്. അതായത് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BJP-ക്ക് 2 സീറ്റുകൾ വരെ കിട്ടാം. അത് 3 ആകാം അല്ലെങ്കിൽ 1 ആകാം. എന്തായാലും രാഷ്ട്രീയ കക്ഷികളുടെ മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന സർവേ ഫലങ്ങൾ തന്നെയാണ്. ഇനിയും അവശേഷിക്കുന്ന 15 ദിവസം കൂടിയുണ്ട് നിങ്ങൾക്ക് മുന്നിൽ. തരംഗങ്ങൾ ഉണ്ടാവാം, മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാവാം. നിലവിൽ ഈ സർവേ ഫലം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൽ ഇഞ്ചോടിഞ്ച് തെരഞ്ഞെടുപ്പ് പോരെ എന്ന മറ്റൊരു കാര്യമുണ്ട്. വോട്ട് വൈബിന്റെ അടുത്ത ഘട്ടം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ്. വോട്ട് വൈബ് സർവേ ഫലം സെക്കൻഡ് എഡിഷൻ കൂടി പുറത്തു വരാൻ ബാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് എന്തു മാറ്റമാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമാകുന്നു. ഓടിക്കയറുന്ന UDF-നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം അടുത്ത റൗണ്ട് അടുത്ത 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയും. നമുക്ക് കാത്തിരിക്കാം. എന്താണ്, എങ്ങനെയാണ് കേരള ജനമനസ് ചിന്തിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിടിപ്പേറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്, കാത്തിരിക്കാം അടുത്ത സർവേ ഫലത്തിൽ. നമസ്കാരം.